നേരത്തെ പറഞ്ഞത് വൃത്തിയാണല്ലേ ആര്യൻ? എനിക്കിപ്പോ എന്താ അങ്ങനെ വന്ന് എന്തോ എനിക്ക് അങ്ങനെ തോന്നി. എന്താ പറഞ്ഞു? ഇല്ല. ഈ നേരത്തെ പാലിന്റെ പറഞ്ഞത് എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നിങ്ങൾ പറഞ്ഞു ഞാൻ ഒരു പാൽ കുപ്പിയാ പാൽ തരാം. ഞാൻ പറഞ്ഞു പാൽ താ. എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത്. നീ കാണാത്ത പല കാര്യങ്ങളും ഇവിടെ കണ്ടെന്നിരിക്കും. വേറെ ഒന്നും നീ മീൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ഒന്നും മീൻ ചെയ്തിട്ടില്ല. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തെളിയിച്ചു കൊടുക്കാക്കോ അല്ലേ? ഞാൻ ഒന്നും മീൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പാൽ താ. അങ്ങനെയാണെങ്കിൽ സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇവിടെ പശുവില്ലല്ലോ ബിഗ് ബോസ് വീട്ടില്. കവർ മാത്രമല്ലോ, അത് മാത്രമല്ലേ പാലുള്ളൂ. അപ്പൊ അവിടെ നിന്ന് നേരാണോടെ നീ പറഞ്ഞത്? വലിച്ചു പിടിക്കുന്നില്ല. അയ്യേ, നിങ്ങൾ കാണിച്ച ഞാൻ വലിച്ചു പിടിക്കണം. ഞാൻ പറഞ്ഞ വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞു പാൽ കുപ്പിയല്ലേ കൊണ്ട് പാൽ കൊണ്ട് താവന് അല്ലേ? അതല്ലേ പറഞ്ഞത്. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. നീ ഡബിൾ മീനിങ് അടിച്ചല്ലേ ആര്യൻ? അറിയാണ്ട് പാൽ തരാന്ന് പറഞ്ഞു. വേണമെങ്കിൽ ചോദിച്ചു അങ്ങോട്ട്. അങ്ങോട്ടോ ഈ നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. 100% നിങ്ങൾ ഒരാൾ പറഞ്ഞു പാൽ തരാന്ന്. അപ്പൊ ഞാൻ പാൽ താ. അങ്ങനെയാണ് കോമേഷൻ വന്നത്. എനിക്ക് അത്ര ഉറപ്പുണ്ട്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. പാല് തരാം. നീ പശുവിനെ തന്നോ? പശുവില്ല. ഇത് ഭയങ്കര സില്ലിയാണ് പക്ഷെ പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കേ. നിങ്ങൾ അല്ല ക്ലാരിഫൈ ചെയ്യാണ്. പശുവിന് വേണ്ട, എനിക്ക് ഇവിടെ കിടന്ന പാല് മതി. എക്സ്ട്രാ ഉള്ള പാല് എന്നാ അതെടുത്ത് തരാനല്ലേ പറഞ്ഞത്? ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ഒന്ന് പേര് മറ്റേ ഇന്റർവ്യൂ ക്രൂസിഫൈ ചെയ്യണോ? എനിക്ക് ഒരു പേടിയില്ല. ഞാൻ പറഞ്ഞു പാൽ തരാൻ പറ്റുമോ? ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ആരും ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളച്ചു പിടിക്കാൻ വേണ്ടി ഭയങ്കര എത്ര obvious ആണ്. ഇല്ലെങ്കിൽ ഈ കോമേഷൻ പുറത്ത് പോരാറില്ല. താൻ ആരാന്നാ തന്റെ വിചാരം? സംസാരിച്ചോണോ? ഇല്ല, എന്നെ ഇയാളങ്ങ് പിടിച്ച് തിന്നുമോ?